ആരാധിച്ചു. പിതാവേ, മാതാവേ, നീ എന്ത് ദൈവനാമത്തിൽ ചെയ്യുന്നോ തലമുറ അത് തന്നെ ചെയ്യും. വീട്ടിൽ ആരാധന ഉണ്ടെങ്കിൽ ആരാധന, മുട്ടുമടക്കിയാൽ മുട്ടുമടക്കും, നീ ഉപവസിച്ചാൽ അത് ഉപവസിക്കും. ഞാൻ എടുത്തു പറയുന്നില്ല. എബ്രായ ലേഖനം 7:2 പുസ്തകം പറയുന്നു, ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതും നടത്തിയതും ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ തലമുറയോട് പറയും. പല പേരൻസിനും അവരുടെ പഴയ കാര്യങ്ങൾ പിള്ളേർ അറിയുന്നതിനോട് താല്പര്യമില്ല. നമ്മുടെയൊക്കെ കൊച്ചുങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്നും വീടിന്റെ വാതൊക്കെ ബസ് വന്ന് ടൈം പിടിച്ചാൽ കയറിയതാണെന്നും സ്കെച്ചസിന്റെ ഷൂ ഇട്ടോണ്ടാ പോയെന്നൊക്കെ പിള്ളേരുടെ വിചാരം. അല്ല മക്കളെ, ഒന്നുമില്ലായ്മയെന്ന് ദൈവം ഇവിടം വരെ കൊണ്ടുവന്നതാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ അറിഞ്ഞ ദൈവത്തെ. കാര്യം എന്നറിയാമോ? ഈ യാഗം നടത്തുന്നിടത്ത് ചെറുക്കനുണ്ട്. ഇന്ന് പലയിടത്തും ആരാധന ഈ പിള്ളേരില്ല. അവര് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവര് പഠിച്ചുകൊണ്ടിരിക്കുക, അവര് ട്യൂഷന് പൊയ്ക്കൊണ്ടിരിക്കുക, അവര് സ്പെഷ്യൽ ക്ലാസ്സിനാ. ഇവിടെ ഈ ചെറുക്കൻ ചോദിക്കുന്നു, യാഗവസ്തു എന്തിയേ? കാര്യം എന്താ? യാഗപീഠം ഒരുക്കി അടുക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇസഹാക്കുണ്ട്. കാരണം ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഞാനും സൂമിലൂടെയാണ് ജോയിൻ ചെയ്തതെങ്കിലും ആരാധന കഴിഞ്ഞ് തിരക്കിട്ട് ഓടി ട്രാഫിക്കിൽ പെടാതെ വന്ന് വളരെ വില കൊടുത്താണ് ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനം പുറപ്പെടുമ്പോൾ തന്നെ കൊർന്നല്യോസിന്റെ വീട്ടിൽ ആ പരിശുദ്ധയാത്മാവിൽ അവർ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ചെന്ന. നിരാശയോടെ യേശുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം എമ്മോസിലേക്ക് പോയവർ തിരുവെഴുത്തുകളെ തുറന്നപ്പോൾ അവർ പ്രതീക്ഷയോടെ തിരിച്ച് യെരുശലേമിലേക്ക് വന്നതെന്ന. അങ്ങനെയാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ നിരാശകൾ മാറും, വഴികളെ തുറക്കും, വചനമയച്ച് സൗഖ്യമാക്കും, നമ്മെ ശുദ്ധീകരിക്കും, രൂപാന്തരപ്പെടുത്തും. വചനമാണ് നമ്മെ പണിത് നിത്യതയ്ക്കായി ഒരുക്കുന്നത്. വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം വളരെ പരിചയമുള്ള 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. എബ്രായ ലേഖനം ഹീബ്രു ചാപ്റ്റർ 11:9 അവിടെ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നാം പാടി ആരാധിച്ച് നിർത്തിയത് നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് വാനമേഘത്തിൽ. ആ കാഹളം ശബ്ദം കേൾക്കാറായി. ഇന്ന് പലർക്കും ഈ നിത്യത എന്നുള്ള വാക്കും നിത്യതയ്ക്കായിട്ടുള്ള ഒരുക്കവും ഒന്നുമില്ല. മുൻകാലങ്ങളിലൊക്കെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ബൈബിൾ സ്റ്റഡികളും അന്ത്യകാല സംഭവങ്ങളൊക്കെ നാം കേൾക്കാറുണ്ടായിരുന്നു. അതൊക്കെ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കപ്പെടുന്ന ഭാഗങ്ങളായിരുന്നു. ആ വർഷിപ്പിന്റെ അവസാന ഭാഗം എത്തിയപ്പോൾ ഈ ദൈവവചനം ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളെ അറിയിക്കുക എന്നുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയെ ഞാൻ ഉറപ്പിച്ചു. നമ്മൾ ഈ വിശ്വാസ ജീവിത യാത്രയിലാണ്, ഒരു ഓട്ടക്കളത്തിലെന്ന് പൗലോസ് പറയുന്നു. ആ ഓട്ടത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ലോക സംഭവങ്ങളോ സൂര്യനിൽ എന്ത് സംഭവിക്കുന്നു, ചന്ദ്രനിൽ എന്ത് സംഭവിക്കുന്നു, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസത്യാഗം സംഭവിക്കുന്നു, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവസഭയ്ക്കകത്തുള്ള ദൈവഭയം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അലറുന്ന സിംഹം എന്ന പോലെ പിശാച് പലതിനെയും വിഴുങ്ങിക്കളയുമ്പോൾ, ഈ ലോത്തിന്റെ കാലഘട്ടം പോലെ, നോഹയുടെ കാലഘട്ടം പോലെ പാപം മ്ലേച്ഛത പെരുകി പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുമ്പോൾ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് പറയും പറ്റും, പ്രാണപ്രിയന്റെ വരവടുത്തു. സന്തോഷമുള്ള ദൈവമക്കളെ ഓർത്തു സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല, സന്തോഷമാണോ ഇല്ലയോ എന്നുള്ളത്. എങ്കിലും നിങ്ങളുടെ മുഖത്ത് സന്തോഷമെന്ന് ഞാനങ്ങ് പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുക. 11-ാം അധ്യായം എബ്രായ ലേഖനം അത് തുടങ്ങുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നമ്മൾ അതിനകത്ത് ഇങ്ങനെ, അതല്ല എൻ്റെ വിഷയം, അതിനകത്ത് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഓരോ കാലഘട്ടങ്ങളെ കാണാം. ഓരോ കാലഘട്ടങ്ങളിലും വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന് കാലഘട്ടങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് ആ ദേശത്തിനായി, ആ രാജ്യത്തിനായി, ആ നിത്യതയ്ക്കായി ഒരുക്കത്തോടെ
പാപത്തിൽ വീഴാതെ, പ്രതിസന്ധികളിൽ തകരാതെ, പ്രലോഭനങ്ങളിൽ കുടുങ്ങാതെ പിടിച്ചു നിന്ന ഭക്തന്മാരുടെ പേരുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹാബേലിനെ കാണാൻ പറ്റും, അബ്രഹാമിനെ കാണാൻ പറ്റും, രാഹാബിനെ കാണാൻ പറ്റും, ദാനിയേലിനെ കാണാൻ പറ്റും, ശദ്രക്കിനെ കാണാൻ പറ്റും, അബ്രഹാമിനെ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ നോഹ ഉൾപ്പെടെ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളിൽ തട്ടി വീഴാതെ, പ്രതിസന്ധികളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, അതിൻ്റെ നടുവിൽ അവരുടെ വിശ്വാസ ജീവിതയാത്ര, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസം കാത്ത് ആ നീതിയുടെ കിരീടത്തിനായി കാത്തു നിൽക്കുന്ന വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് പൗലോസ് എബ്രായ ലേഖനം 11 കൊണ്ട് നിർത്തിയത്. അതിനകത്ത് അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇങ്ങനെയാ: വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്നു. ഈ വാഗ്ദത്തത്തിന് കൂട്ടവകാശി. വാഗ്ദത്തം എന്താ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം ഒരു രാജ്യത്ത് പോകുമെന്നുള്ളതല്ല. ഏറ്റവും വലിയ വാഗ്ദത്തം, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർത്തു കൊള്ളാമെന്നുള്ള യേശു പറഞ്ഞ വാക്കാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. നമ്മളിപ്പോൾ പ്രാപിച്ചിരിക്കുന്ന വാഗ്ദത്തം പിതാവിനോട് കേട്ട വാഗ്ദത്തമായ പരിശുദ്ധ ആത്മാവാണ്. ആ പരിശുദ്ധ ആത്മാവിൽ നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് മധ്യാകാശത്തിൽ ആ കാഹള ശബ്ദമാണ്. അപ്പോൾ അബ്രഹാം ഇസഹാക്കിനോട് യാക്കോബിനോടും ചേർന്നാണ് ഈ പട്ടണത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മള് ഈ നിത്യതയ്ക്കായിട്ടാണ് ഒരുക്കപ്പെടുന്നത്. നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവാചകനും വന്നാൽ നമ്മളെ കുറിച്ച് ഒന്നും വെളിപ്പെടുത്തുന്നില്ല. പറയുന്നതൊക്കെ ഞങ്ങൾ നാട്ടിലാണെങ്കിൽ ഗൾഫിൽ പോകുന്നു പറയും, ഗൾഫിലാണെങ്കിൽ UK പോകുന്നു പറയും, UK-ലാണെങ്കിൽ പറയും ഓസ്ട്രേലിയയിലോട്ട് പോകുന്നു പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഭൗതിക നന്മകളും. പക്ഷെ നമ്മളെ പാപമൊന്നും അങ്ങനെ ബോധ്യപ്പെടുത്തുന്നില്ലെന്നേ. നാഥാൻ പ്രവാചകനെ പോലെ ആ കാലഘട്ടത്തിലെ രാജാവിന്റെ, ഇസ്രായേലിന്റെ രാജാവായ ദാവീദിന്റെ മുഖത്ത് നോക്കി അവന്റെ പാപത്തെ വിരൽ ചൂണ്ടാൻ തന്റെ ഇടമുള്ള പ്രവാചകന്മാരില്ല. ആരെയും പിണക്കാതെ, ആരുടെയും മുഷിപ്പ് മേടിക്കാതെ, ഒക്കുമെങ്കിൽ ആ നല്ല പാസ്റ്ററായിരുന്നു, നല്ല ദൂതായിരുന്നു, നല്ല ആലോചനയായിരുന്നു, എന്തോ സന്തോഷമായിരുന്നു എന്ന് പറയുന്നതാണെങ്കിൽ അല്ല. ഒന്നാമത്തെ പ്രസംഗം പുതിയ നിയമത്തിൽ സന്തോഷത്തിൻ്റെതല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന് പറഞ്ഞൊരു 3000 പേര് സ്നാനപ്പെട്ടതാ. അപ്പോൾ ദൈവവചനം നമ്മുടെ അകത്ത് കുത്തുകൊള്ളണം, എങ്കിൽ മാത്രമേ പാപബോധം ഉണ്ടാകുന്നുള്ളൂ. ഇത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു വരുന്ന ഈ നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ചു. നമുക്കറിയാം നിത്യതയെ പോകുമല്ലോ, നമുക്കറിയാം. എത്ര പേർക്ക് അത് സമ്മതിക്കാൻ പറ്റുമോ? പോവോ ഇല്ലയോ എന്ന് ഒരു പ്രവാചകനും പറയണ്ട, നമുക്കറിയാം പോവില്ലോ എന്ന്. നമ്മുടെ ആ യാത്ര കാണുമ്പോഴറിയാം ഇത് നിത്യതയിലേക്കുള്ള യാത്രയാണോ എന്ന്. മരണത്തിന്റെ സമയം അറിയത്തില്ല, പക്ഷെ മരണത്തിന്റെ കാലഘട്ടം അറിയാം. പൗലോസ് പറഞ്ഞ എന്റെ നിര്യാണ കാലം അടുത്തു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ വിശ്വാസത്തിൽ കാത്തു നിന്നെങ്കിലേ ഓട്ടം തികയ്ക്കാൻ പറ്റൂ. അതാണ് എബ്രായ ലേഖനം 11 കാണുന്ന ഓരോ കാലഘട്ടത്തിലെ വിശ്വാസ വീരന്മാർ അവരുടെ ആ കാലഘട്ടത്തിലെ പ്രതിസന്ധികളിൽ തട്ടി വീഴാതെ, പ്രലോഭനങ്ങളിൽ കുടുങ്ങാതെ അവർ വിശ്വാസത്തിൽ ജയാളികളായി കാത്തു നിൽക്കുകയാണ് ആ ദേശത്തിന് വേണ്ടി. ഇത് അബ്രഹാം മാത്രമല്ല, തൻ്റെ അടുത്ത തലമുറ ഇസഹാക്ക്, അതിൻ്റെ അടുത്ത തലമുറ യാക്കോബ് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് അബ്രഹാമിനെ കാണുന്നത്. ഞാൻ വേഗത്തിൽ 1-2 വാക്കുകളെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാനൊരു 4-5 ആഴ്ച കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ നിത്യതയിൽ അബ്രഹാം എന്ന വ്യക്തിയെ പഠിപ്പിച്ചു വരികയാണ്. ഒറ്റ വ്യക്തി. അതൊരു അല്പസമയം, അടുത്തുള്ള അരമണിക്കൂറിനുള്ളിൽ ഞാൻ 1-2 പോയിന്റുകൾ മാത്രം നിങ്ങളുടെ പഠനത്തിനായിട്ട് തരാം. കാരണം ഈ നമുക്ക് പോകുന്ന യാത്രയിൽ ജോസിനറിയാം ജോസ് നിത്യതയിൽ എത്തുവോ ഇല്ലയോ എന്ന്. ഉറപ്പായിട്ട്
നമുക്കെല്ലാവർക്കും ഈ വചനത്തിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ അറിയാം ഇന്ന് രാത്രി കർത്താവ് വന്ന് നമ്മൾ പോവുമില്ലയോ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന ഒരു അബ്രഹാം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നിത്യതയ്ക്കായി കാത്തിരിക്കുന്ന ഒരു അബ്രഹാം, ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ. ആ വ്യക്തി ഇറങ്ങി വരുന്നത്, നമുക്ക് അബ്രഹാമിന്റെ ചരിത്രം അവിടെ നിൽക്കട്ടെ, ഉപവിഗ്രഹങ്ങളെ വിറ്റും സേവിച്ചും ആരാധിച്ചും കൊണ്ടിരുന്ന ഈ മനുഷ്യനെ ദൈവം വിളിച്ചിറക്കുക. നമ്മൾ വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് വായിക്കുന്നത്. 12:1 അവൻ ചാർച്ചക്കാരെ പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകാ എന്നുള്ള ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി. വായിക്കാൻ ഈസിയാ, പക്ഷേ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പാടാ. നമ്മളെല്ലാം പറയുന്നു വിട്ടു 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 എന്ന് പറയുന്നു. എവിടുന്ന് വിട്ടു? കേരളത്തിൽ നിന്ന് വിട്ട് സൗദിയിൽ പോയി, കേരളത്തിൽ നിന്ന് വിട്ട് ദുബൈയിൽ പോയി. അതല്ല വിട്ടത്, പള്ളി വിട്ടെന്ന് പറയുന്നു. എന്നാൽ ഈ മനുഷ്യൻ സകലതും വിട്ടിറങ്ങുക. ദേശത്തെ, ചാർച്ചക്കാരെ, പിതൃഭവനത്തെ സകലതും വിട്ട് ഇറങ്ങി. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ചിലത് വിട്ടെങ്കിലേ എത്തേണ്ടിടത്ത് എത്തത്തുള്ളൂ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ചിലത് വിട്ടെങ്കിലേ എത്തേണ്ടിടത്ത് എത്തത്തുള്ളൂ. നാം പലതും വിട്ടെന്ന് പറഞ്ഞെങ്കിലും ലോത്തിന്റെ ഭാര്യയെ പോലെ ഇപ്പോഴും ആ പലതിനും നമ്മുടെ ഉള്ളിൽ കിടക്കുക, തിരിഞ്ഞു നോക്കി നിൽക്കുക. ഇല്ല പ്രിയരെ, വിടേണ്ടത് വിട്ടെങ്കിലേ എത്തേണ്ടിടത്ത് എത്തത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ എപ്പോഴാണോ മിസ്രൈം വിട്ടത്, അപ്പോഴാണ് അവരുടെ മുന്നിൽ ചെങ്കടൽ മാറിയത്, അവരുടെ മുന്നിൽ യോർദാൻ പിറകോട്ട് മാറിയത്. സങ്കീർത്തനക്കാരൻ അങ്ങനെ തന്നെ പറഞ്ഞ്, നിങ്ങൾ ആ ജാതികളെ വിട്ടിറങ്ങിയപ്പോൾ ഇന്ന് വരെ അനുഭവിക്കാത്ത വഴിയിലൂടെ നിങ്ങളെ കൊണ്ടുപോയി. മിസ്രൈമിൽ കഴിച്ചിട്ടില്ലാത്ത മന്നയും കാടപ്പക്ഷിയും തിന്നു. നിങ്ങൾ ഇതൊക്കെ ചരിത്രമായി, കഥയായി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, എപ്പോഴാണോ 430 വർഷം അവർ കണ്ടിട്ടില്ലാത്ത വഴിയ ചെങ്കടല വഴി, അവർ പോയിട്ടില്ലാത്തത്, അവർ തിന്നിട്ടില്ലാത്ത മന്ന, അന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത കാടപ്പക്ഷി, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. സങ്കീർത്തനക്കാരൻ അതിനെ ഇങ്ങനെയാ ഓർമ്മിപ്പിച്ചത്, അവർ മിസ്രൈം വിട്ടപ്പോൾ, വിടേണ്ടതിനെ വിട്ടപ്പോഴാണ് അവരുടെ മുന്നിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വന്നത്. ഇന്ന് രാത്രി ഒറ്റ വാക്ക് മനസ്സിലിരിക്കട്ടെ, വിടേണ്ടതിനെ പൂർണ്ണമായി വിട്ടെങ്കിലേ എത്തേണ്ടടുത്ത് നാം എത്തത്തുള്ളൂ. ഈ 12-ാം അധ്യായത്തിൽ അബ്രഹാം സകലതും വിട്ടിറങ്ങി വരികയാണ്. പിന്നീട് അവനോടങ്ങ് ദൈവശബ്ദമാണ്, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ഇങ്ങനെ അവന്റെ മേലുള്ള വാഗ്ദത്തങ്ങളാ വരുന്നത്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഈ 2 മണിക്കൂർ സൂം മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് സൂമിന് ഇരുന്ന് ശാന്തമായി പറയുന്നതിനകത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ ദിവസവും ഉള്ളതായത്, എല്ലാ ദിവസവും, സൺഡേ ഉൾപ്പെടെ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓഫ് ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വളരെ ശാന്തമായിട്ട് പറയാം. വാഗ്ദത്തങ്ങൾ ഒത്തിരി അബ്രഹാമിന് കിട്ടി. നമ്മുടെ മേലും ഒത്തിരി വാഗ്ദത്തമുണ്ട്. ഇപ്പൊ അവന്റെ മേലെ എന്താ വാഗ്ദത്തം? ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നമ്മളൊക്കെ ഒരു പ്രവാചകൻ വന്നു, അല്ലെങ്കിൽ ഒരു ദൈവശബ്ദം കേട്ടൊരു ദൂതൊക്കെ കേട്ട അതുകൊണ്ട് അന്നേരെ പോവുക. ഇന്ന് രാത്രി ദൂത് പറഞ്ഞത് ദൈവമാ, നിവർത്തിപ്പാൻ ശക്തനാ. പക്ഷെ നാം ചെയ്യേണ്ടത് ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ദിനവൃത്താന്തം തുറന്നപ്പോൾ 70 സംവത്സരം കഴിയുമ്പോൾ അവർ അടിമത്വ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തും. ദൈവം പറഞ്ഞതും ദൈവം എഴുതി വെച്ചിരിക്കുന്നുവല്ലേ, പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ അവിടെ ഒരു ഭാഗം ഇങ്ങനെ ഓർമ്മിപ്പിക്കാം. അത് അറിഞ്ഞ ഉടനെ ദാനിയേൽ ഉപവസിക്കാൻ തുടങ്ങി. എന്താ? എഴുതിയ ദൈവത്തിന് നിവർത്തിപ്പാൻ കഴിവില്ലേ? പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കത്തില്ലേ? പിന്നെന്തിനാ ഉപവസിക്കാൻ തുടങ്ങി? അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആമേൻ. ഇത് കാലഘട്ടം അടുത്തപ്പോൾ, ഞാനൊരു കാര്യം പറയാം, ദൈവം പറഞ്ഞ വാഗ്ദത്തം നമ്മിൽ നിറവേറണമെങ്കിൽ നാം അതിന് വില കൊടുത്തേ പറ്റും. ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് പൂർത്തീകരിക്കും. ഇവിടെ അബ്രഹാം ഭയങ്കര വാഗ്ദത്തം, പ്രവാചകനല്ല പറയുന്നത്, ദൈവം നേരിട്ട് പറഞ്ഞു. അതിന്റെ 7-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷ, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. സന്തതി ഇല്ലാതിരിക്കെ അവന്റെ സന്തതിക്ക് ആ ദേശം കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞു. ദൈവം നേരിട്ട് പറയും. ഈ വാഗ്ദത്തങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് വാഗ്ദത്തം കേട്ടു, കൈയടിച്ച് സ്തോത്രം പറഞ്ഞു വിട്ടു. പക്ഷേ അടുത്തൊരു പോയിന്റാ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. 8-ാമത്തെ വാക്യം,
അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയിലേക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറ് ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു അബ്രഹാം ഉണ്ട്, കൂടാരത്തിൽ പാർക്കുക. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ അബ്രഹാമിന്റെ കൂടെ അടുത്തൊരാളുണ്ട്, ഇസഹാക്ക്. അതേ ആ ഇസഹാക്കിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, യാക്കോബ്. തലമുറകൾ ഒരുമിച്ച് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമിടുന്നതുമായ ഒരു പട്ടണത്തിന് വേണ്ടി കാത്തിരിക്കുക. അതിന്റെ തുടക്കം അബ്രഹാമിൽ നിന്ന്. അബ്രഹാമിന് ദൈവിക വാഗ്ദത്തങ്ങൾ കിട്ടിയപ്പോൾ അബ്രഹാം ചെയ്തത് എന്താണെന്നറിയാമോ? കൂടാരമടിച്ചു. നിങ്ങൾ 3 പദങ്ങൾ ഈ രാത്രിയിലെ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ അകത്തങ്ങളിൽ ഇരിക്കട്ടെ. 1 കൂടാരം, 2 യാഗപീഠം, 3 ആരാധന. ഇന്ന് രാത്രി ദൈവമക്കളെ, നിത്യതയ്ക്കായി യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ഒരു യാഗപീഠമുണ്ടായിരിക്കണം. പോരാ, ഒരാരാധനയുണ്ടായിരിക്കണം. ഈ വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ ഉൽപ്പത്തി 12 മുതൽ അങ്ങോട്ട് പഠിച്ചാൽ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന അബ്രഹാമിനെ കാണാം. ബഹു സമ്പന്നനായിരുന്നു, സമ്പത്തെല്ലാം ദൈവം കൊടുത്തതാ. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞപ്പോൾ തല ഉയർത്തി നോക്കി, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, തെക്കോട്ട്, വടക്കോട്ട്, സകലതും. പക്ഷെ ഈ വാഗ്ദത്തങ്ങളും ഈ സമ്പത്തുകളും മുഴുവനും തനിക്ക് ലഭിക്കുമ്പോഴും താൻ യാഗപീഠം പണിയുന്നു. കൂടാരം മാറ്റിയടിക്കുമ്പോഴും യാഗപീഠമുണ്ട്, കൂടാരം മാറ്റിയടിക്കുമ്പോഴും ആരാധനയുണ്ട്. എന്താ പ്രിയരെ യാഗപീഠം? എന്താണ് ആരാധന? അബ്രഹാമിനോട് നേരിട്ട് സംസാരിക്കുന്ന ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തെയും നിരന്തരം ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങളും ദൈവത്തിന് യാഗമർപ്പിക്കുന്ന അനുഭവങ്ങളും തൻ്റെ കൂടാരത്തിനകത്തുണ്ട്. എവിടെ കൂടാരമുണ്ടോ അവിടെ ഒരു യാഗപീഠമുണ്ട്. എവിടെ യാഗപീഠമുണ്ടോ അവിടെ ഒരു ആരാധനയുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ആമേൻ. വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് ഒരാരാധന, സൺഡേ അവധി ആയതുകൊണ്ട് ഒരാരാധന. എത്തില്ല നിത്യതയിൽ നിരന്തരമായി നമ്മുടെ വീടിനകത്തൊരു യാഗപീഠവും നമ്മുടെ വീടിനകത്തൊരു ആരാധനയും ഉണ്ടെങ്കിലേ ഈ വാഗ്ദത്ത ദേശത്ത് എത്തത്തുള്ളൂ കേട്ടോ. പാട്ട് കേൾക്കുമ്പോൾ പാട്ട് കൂടെ പാടി, വചനം കേൾക്കുമ്പോൾ കൈയടിച്ചു, എന്തൊക്കെയോ ഒരു ചെറിയ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിത്യതയുടെ വാതിൽ തുറക്കപ്പെടത്തില്ല. നിരന്തരമായ യാഗത്തിലൂടെയും നിരന്തരമായ ആരാധനയിലൂടെയും ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലൂടെയും മാത്രമേ ആ നിത്യതയിലെത്താൻ പറ്റൂ. വാനമേഘത്തിൽ എഴുന്നള്ളാൻ സമയമായി. നിങ്ങൾ ഈ എബ്രായ ലേഖനത്തിലൂടെ പോകുന്ന ഉൽപ്പത്തി പുസ്തകത്തിലൂടെ പോകുന്ന അബ്രഹാമിനെ നിത്യതയ്ക്കായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം കാണണം. കൊലോസ്യ ലേഖനം വായിക്കണ്ട. 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇനി നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഭൂമിയിലുള്ളതല്ല. എന്നാൽ ഈ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റത് ആരാ? മരിച്ച് അടക്കപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റു. സ്നാനപ്പെട്ട നമ്മുടെ കാര്യം എഴുതിയേക്കുന്നേ. കൊലോസ്യ ലേഖനം 3 നാട്ടുകാർക്കുള്ളതല്ല, നമുക്കുള്ളതാ. ജീസസ്. അങ്ങനെയാണെങ്കിൽ ഉയരത്തിലുള്ളതാണ് അബ്രഹാം അന്വേഷിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്വഭാവം, ദേഷ്യമോ പിണക്കമോ കോപമോ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ മുറിവുകളോ സങ്കടങ്ങളോ പരാതികളോ ഒക്കെ മാറുന്നില്ല എങ്കിൽ പരിഹാരം ഒന്നേ ഉള്ളൂ, ആരാധന. പ്രാർത്ഥനയാൽ മാത്രമേ ഇത് മാറൂ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇത് മാറും. നമ്മുടെ യാത്രയിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ അടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഈ അബ്രഹാമിനെ ഒന്ന് നോക്കണം. യാഗപീഠം പണിത് ആരാധന. കൂടാരം എവിടെയുണ്ടോ അവിടെ യാഗപീഠം ഉണ്ട്, അവിടെ ആരാധന. നമുക്കിന്ന് കൂടാരമല്ല, കൊട്ടാരം. പക്ഷെ എന്തില്ല? ആരാധനയില്ല. പിതാക്കന്മാർക്ക് കുടിലായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു.
രാവിലെ 5 മണിക്ക് ദേശത്ത് ആരാധനയുടെ ശബ്ദം വീണ്ടും. രാത്രിയിൽ വിളക്കണച്ചാൽ, അതാ പറയുന്നത്. ഞാനൊരു മർത്തോമ കുടുംബത്തിലാ ജനിച്ചു വളർന്നത്. മർത്തോമ കുടുംബത്തിലാ. ആമേൻ. ലൈറ്റ് ഇട്ടാ പാടി പ്രാർത്ഥിച്ചോണം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ മാറി. ഞാനും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഗൾഫിലെ 18 വർഷമായി ദുബൈയില് ഒരു ദൈവസഭയിലെ പാസ്റ്ററായിരിക്കുക. രാത്രിയിൽ മണിക്കൂറുകൾ കഴിഞ്ഞ രാത്രിയിലെ മീറ്റിംഗിൽ, ഇവിടൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ 8:30 ആവും. പ്രാർത്ഥന 8:30 എന്ന് പറഞ്ഞാൽ എല്ലാം 9 ആവും. 10:30 തീർന്ന് ഫുഡൊക്കെ കഴിച്ച് 12 ആവും. പിന്നെ വണ്ടിയൊക്കെ ഓടിച്ച് വരുമ്പോൾ 1 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ ചിലപ്പോൾ 1 മണിയാവും. കിടക്കും. ചിലപ്പം 7 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 8 മണിക്ക് എഴുന്നേക്കും. ഇതായിരുന്നു കോവിഡ് വരെയുള്ള ജീവിത യാത്ര. പക്ഷേ കോവിഡ് തുടങ്ങിയപ്പോൾ തുടങ്ങിയൊരു പ്രാർത്ഥന. അത് രാവിലെ 4 മണിക്ക് തുടങ്ങും. ഒരു 3:35 ആകുമ്പോൾ എഴുന്നേൽക്കണം. കഴിഞ്ഞ ഒരു 5 വർഷമായി പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ടായി. അത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഞാൻ അനുഭവിക്കുന്ന സകല ഭൗതിക നന്മകളും, സകല ആത്മീയ നന്മകളും, സകല ബന്ധങ്ങളും ഈ പ്രാർത്ഥനയുടെ സ്ഥിരതയ്ക്കകത്തുണ്ടായത്. സ്വഭാവങ്ങൾ മാറി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ തുടങ്ങി. നേരത്തെ പാസ്റ്റാണ്, നേരത്തെ സ്വഭാവങ്ങളുണ്ട്, പ്രാർത്ഥനാനുഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, എപ്പോഴാണോ സ്ഥിരതയോടെ രാത്രി 2 മണിക്ക് വന്ന് കിടന്നാലും 3:30 കഴിയുമ്പോൾ എഴുന്നേറ്റ് സ്ഥിരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഈ 5 വർഷത്തിലാണ് എൻ്റെ അകത്തളങ്ങൾ ചില മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നു, യാഗപീഠം പോരാ, ആരാധന വേണം. അത് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നതാണ്. നിങ്ങൾ ഈ അബ്രഹാമിനെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ, ലോത്ത് അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി വന്ന ഒരു മനുഷ്യന്. പക്ഷെ ഇവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം പറഞ്ഞിട്ടല്ല, അവൻ പറഞ്ഞു പിരിയും, പൊക്കോളം പറഞ്ഞു. അബ്രഹാം വിട്ടുപിരിഞ്ഞു, ലോത്ത് വിട്ടുപിരിഞ്ഞു. ഏറ്റവും നല്ല നീരോട്ടമുള്ള വേദം, ഞാൻ ഒരു വാക്യം വായിക്കുന്നില്ല, നിങ്ങൾ 12 മുതൽ വായിച്ചാൽ മതി. ഈ തീ ഇറക്കി നശിപ്പിക്കുന്നതിന് മുന്നമേ സോദോം ഗോമോറ പട്ടണം ഏറ്റവും പച്ചപ്പുള്ള, നീരോട്ടമുള്ള, സമൃദ്ധിയുള്ള, ഫലമുള്ള പട്ടണമായി. ഇവൻ ഇതിന്റെ മേലിലെ കണ്ണു വെച്ചിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? നീ പിരിയാൻ പറഞ്ഞ ഉടനെ അവൻ ആദ്യം പറഞ്ഞത് ഏതാ? സോദോം ഗോമോറ വേണോന്ന്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ലോത്ത് അന്വേഷിച്ചത് ഭൂമിയിലുള്ളത്. ഏറ്റവും സമൃദ്ധിയുള്ള പട്ടണം അവൻ നോക്കിയത്, അവന്റെ കണ്ണുടക്കിയത്, അതിൽ കണ്ടുവച്ചിരുന്നത്. ഒറ്റ സെക്കൻഡിൽ പറഞ്ഞല്ലോ അത് മതിയെന്ന്. അബ്രഹാമിന് ഒരു പരാതിയില്ല. ഏറ്റവും ആ കാലഘട്ടത്തിലെ പട്ടണം അവൻ എടുത്തിട്ടും പരാതിയില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ പറയാം, എന്താ പരാതി ഇല്ലാത്തതെന്നറിയാമോ? അവന്റെ വീട്ടിൽ കൂടാരത്തിൽ യാഗപീഠമുണ്ട്. എന്നെ കേൾക്കുന്ന 27 ഡിവൈസിലും ഞാൻ പറയാം, ആമേൻ. ഓഹരി വെച്ചപ്പോഴായാലും വീതം വെച്ചപ്പോഴായാലും, ആമേൻ, എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് അല്പം ഒന്ന് കുറഞ്ഞു പോയാലും, ഇച്ചിരിയൊക്കെ സൈഡിലേക്ക് മാറിപ്പോയാലും, പരാതി ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു യാഗപീഠവും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അബ്രഹാമിന് ആരോടും പരാതിയില്ല, ഒരു വ്യക്തിയോടും പരാതിയില്ല. നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്ന അബ്രഹാമിനെ കാണണം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛായ, അവറാച്ച, എന്തേ? അച്ഛന്റെ ആ ജ്യേഷ്ഠന്റെ മകനില്ലേ, ആ ലോത്തിനെയും ഭാര്യയും പിള്ളേരെ എല്ലാം കൂടെ രാജാവ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. നമ്മൾ ഇനി എത്ര വലിയ പാസ്റ്റർ ആയാലും പറയും, നല്ല സ്ഥലമൊക്കെ എടുത്തോണ്ട് പോയവനല്ലേ, എന്നെ വിട്ടു പോയവനല്ലേ, എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ട് മാറിപ്പോയവനല്ലേ, പിരിഞ്ഞു പോയവനല്ലേ. കൊണ്ടുപോയി കൊണ്ടുപോട്ടെ, 2 ദിവസം അവിടെ കിടക്കട്ടെ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഇത് പ്രസംഗമല്ല, ശ്രദ്ധയോടെ കേൾക്കണം. വീട്ടിൽ യാഗപീഠവും ആരാധനയുള്ളവന് ദീർഘക്ഷമയുണ്ടായിരിക്കും. വിരോധമില്ല, സഹോദരനോട് പിണക്കമില്ല. ഇതെങ്ങനെ മാറി അബ്രഹാമിന്റെ ഹൃദയത്തിൽ നിന്ന്? വീട്ടിൽ വളരുന്ന, വീട്ടിലെ 318 അഭ്യാസികളെ ഒരുക്കി അടുത്ത നിമിഷം പോയി 3 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ലോത്തിനെയും ഭാര്യയും കുഞ്ഞുങ്ങളെ സമ്പത്തും തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന ഒരു അബ്രഹാമിനെ കാണാൻ കഴിയും. ആ മനസ്സിന് ഉടമയായി തീർന്നത് വീട്ടിലെ യാഗപീഠവും ആരാധനയും. ജീസസ്. പൗലോസ് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു നഗരത്തിനായി കാത്തിരിക്കുന്ന അബ്രഹാമിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്
ഈ മനസ്സിന് ഉടമയായി മാറിയത് എങ്ങനെയാണെന്നറിയാമോ? നിരന്തരമുള്ള വീട്ടിലെ ആരാധന, ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധം. ഈ മനുഷ്യന് വാശിയില്ല, പിണക്കമില്ല, സഹോദരനോട് ദേഷ്യമില്ല, അസൂയയില്ല. അന്നേരം പുറപ്പെട്ട് പിടിച്ചോണ്ട് വന്നു. അടുത്തത് നിങ്ങൾക്കറിയാം, 18-ാം അധ്യായം. ഞാൻ ഓടിച്ചു പോവുകയാണ്. മമ്മറയുടെ തോപ്പിലിരിക്കുമ്പോൾ ഒരു 3 പുരുഷന്മാർ വരുന്നു എന്ന് കണ്ടു. ഓടിച്ചെന്ന് അവരുടെ നിലം വരെ കുനിഞ്ഞ് അവരുടെ കാല് കഴുകി. ഇത് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 12 പഠിക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവങ്ങൾ. റോമാലേഖനം 12 നന്നായി പഠിച്ചു വന്നാൽ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതല് ആരായിരിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അബ്രഹാം ബഹുസമ്പന്നന, വന്നത് ആരാന്നറിയത്തില്ല. നമ്മുടെയൊക്കെ വീട്ടിലും അതിഥികളും സാധാരണക്കാരും ഭിക്ഷക്കാരും ഒക്കെ വരുന്നുണ്ട്. ആരാന്നറിയാത്തവരുടെ അടുക്കിലേക്ക് ഓടിപ്പോയി നിലം വരെ കുനിയുന്ന ഒരു അബ്രഹാമിനെ കാണാം. അത് താഴ്മയാ, അത് വിനയമാ, അത് ബഹുമാനമാ. ഞാൻ പറയുന്നത് എത്ര പേര് കേൾക്കുന്നു? വിശദീകരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് കമ്പി വാക്കുകൾ പോലെ പോവുക. റോമർ 12-നകത്ത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിനെ കാണാൻ പറ്റും. അതിനകത്ത് എഴുതിയിട്ടുണ്ട് വിനയം, ബഹുമാനം, ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുക, നിലം വരെ കുനിഞ്ഞു, കാല് കഴുകി. എന്നിട്ട് റോമാലേഖനം 12 പറയുന്ന അതിഥി സൽക്കാരം ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു, ഒരു മുറി അപ്പം കഴിച്ചിട്ടേ പോകാവേ, ഒരു മുറി അപ്പം കഴിച്ചിട്ട് പോയാൽ. ആരാന്നറിയത്തില്ല പ്രിയരെ. ആ മനുഷ്യന്റെ മനസ്സ് കണ്ടോ? ഇത് എവിടുന്ന് കിട്ടിയെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു എന്ന് പറയുന്നത് പോലെ ആരാന്ന് അറിയത്തില്ല. ആരെന്നറിയാത്ത ഈ മനുഷ്യനെ വിളിച്ച് വീട്ടിലിരുത്തിയിട്ട് പറയാം, ഒരു മുറി അപ്പം കഴിച്ചിട്ട് പോയാൽ മതി. അൺമ്യൂട്ട് ചെയ്യല്ലേ. അടുത്തത് നിങ്ങൾ വായിക്കണം. നേരെ വീട്ടിനകത്തേക്ക് കയറി സാറയോട് പറയുക, സാറേ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്ക. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലോ പ്രിയരെ, അഭിഷേകമൊക്കെ പ്രാപിച്ച് സഭായം കഴിഞ്ഞു വന്നിട്ടും എടി പെട്ടെന്ന് 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു വാക്കൂടെ പറഞ്ഞ അമ്മച്ചിയോട് പെട്ടെന്നൊരു ചായ ഇടാൻ പറഞ്ഞ നമ്മുടെ സഹോദരിമാരുടെ സ്വഭാവം എന്തോ മാത്രമാണോ? എത്ര പേര് വന്നെന്ന് പറഞ്ഞാൽ പോരെ? ഇത് പറയുന്നത് അളവാ, 3 ഇടങ്ങഴി മാവ്. ഞാനൊരു കാര്യം പറയാം, അകത്തുനിന്ന് സ്പൂണിന്റെ ശബ്ദമോ പാത്രം തറയിൽ വീഴുന്ന ശബ്ദമോ ഒന്നും കേട്ടില്ല. അബ്രഹാം നിത്യതയ്ക്കായി ഒരുക്കപ്പെട്ട് നിൽക്കുന്നവന്റെ വീട്ടിലെ കുടുംബ ജീവിതം, അന്യോന്യമുള്ള സ്നേഹം, അന്യോന്യമുള്ള ബഹുമാനം അറിയണമെങ്കിൽ ആ വീട്ടിനകത്തോട്ട് കയറിയാൽ മതി. എങ്ങനെ മനസ്സിലായി? പെട്ടെന്ന് മാവെടുത്ത് കുഴയ്ക്കാൻ പറഞ്ഞിട്ടും അകത്തു നിന്ന് ഒരു ശബ്ദവും കേട്ടില്ല. ഈ അതിഥികൾ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ഭാര്യ സാറ എവിടെ? എന്താ പ്രിയരെ ചോദിക്കാൻ കാര്യം? അതുവരെ സാറയുടെ ഒരു ശബ്ദം കേൾക്കാനില്ല, ഒരു ശബ്ദം കേൾക്കാനില്ല. അവിടെ പരസ്പരമുള്ള ബഹുമാനത്തെ കാണാൻ പറ്റും, കുടുംബജീവിതത്തിന്റെ വിശ്വസ്തതയെ കാണാൻ പറ്റും, പരസ്പരമുള്ള സ്നേഹത്തെ കാണാൻ പറ്റും. ഞാനൊരു കാര്യം പറയാം, ആമേൻ, നിത്യതയ്ക്കായി ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കുടുംബ ജീവിതത്തിന് പ്രാധാന്യമുണ്ട്. പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, വിശ്വസ്തത, ഇത് നിത്യതയ്ക്കായിട്ടുള്ള യാത്രയാണ്. സഹോദരൻ ലോത്തിനോട് മാത്രമല്ല സ്നേഹമുള്ളത്, വീട്ടിൽ വരുന്ന അതിഥികളെ ഉൾക്കൊള്ളുവാനും അവർക്കുടെ കാല് കഴുകാനും അവരെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും അവരെ സ്നേഹിക്കാനും അവർക്ക് കുടുംബമായിട്ട് കഴിയുന്നുണ്ട്. മാവെടുത്ത് കുഴയ്ക്കാൻ പറഞ്ഞിട്ട് നേരെ തൊഴുത്തിലേക്ക് പോകുന്ന അബ്രഹാമിനെ കാണാം. അന്നേരം നമ്മൾ ഈ നിത്യതയിൽ എത്തോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് രാത്രി മാർഗിട്ടാ മതി. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരോട് കാണിക്കുന്ന വിനയവും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും കുടുംബ ജീവിതത്തിന്റെ അവിടെ സ്പൂണും പാത്രവും വീണ ശബ്ദമൊന്നും കേട്ടില്ല. ചിലയിടത്തൊക്കെ ചെന്ന് അകത്തെ ശബ്ദം കേട്ടപ്പോഴേ പറയും, നമുക്ക് അപ്പം വേണ്ട, ചായയും വേണ്ട, ഒന്നും വേണ്ട, എപ്പോ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളെന്ന് പറഞ്ഞ് അന്നേരം വണ്ടി വിടും. ഇത് അകത്തുനിന്ന് ഭാര്യ അവിടെ ശബ്ദം കേട്ടിട്ടില്ല,
ചോദിച്ച ചോദ്യം സാറ എവിടെ? സാറ എവിടെയെന്നാ ചോദിച്ച്. ഞാൻ പറഞ്ഞു വന്ന വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ശില്പിയായി നിർമ്മിച്ച് അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു പട്ടണത്തിനായി കാത്തിരിക്കുന്ന അബ്രഹാമിന്റെ യാത്രയെ ഞാൻ പറയുന്നു. റോമാലേഖനം 12 നിങ്ങൾ താഴോട്ട് വായിച്ചാൽ അബ്രഹാമിനെ അവിടെ കാണാം. ശകാരത്തിന് പകരം ശകാരമില്ലാതെ, ദോഷത്തിന് പകരം ദോഷമില്ലാതെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന, അതിഥി സൽക്കാരം ചെയ്യുന്ന, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു അബ്രഹാമിനേക്കാൾ. വീട്ടിൽ വന്ന 3 പുരുഷന്മാർ പോകുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു. എന്നാൽ അതിലൊന്ന് ദൈവമായിരുന്നു. എന്തിനാ അബ്രഹാമും ദൈവവുമായിട്ട് സംസാരിക്കുക? അബ്രഹാം ദൈവത്തിന് അപേക്ഷ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ പരിചയപ്പെടുത്തി യാക്കോബിനോട് പറയും, നീ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ മകൻ. അത്രയ്ക്കൊരു ബന്ധം ദൈവമായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു അബ്രഹാമിനെ നിങ്ങൾ കണ്ടോ? ദൈവം പറഞ്ഞ സോദോം പട്ടണം നശിപ്പിക്കാൻ പോവുക, മ്ലേച്ഛതയും പാപവും കൊടികുത്തി വാഴുകയും. ഈ കാലഘട്ടത്തിലെ ഏത് മനുഷ്യനാണെങ്കിലും പറയും, ദൈവമേ നശിപ്പിച്ചേരെ, കാരണം അന്ന് ഏറ്റവും നല്ലത് കൊണ്ട് പോയതല്ലേ. ഈ മനുഷ്യൻ പറഞ്ഞില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. ഈ മനുഷ്യൻ ദൈവസന്നിധി നിന്നിട്ട് ദൈവത്തോട് പറയുക, ദൈവമേ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കൂ. ദൈവം പറഞ്ഞില്ല. 45 ഇല്ല, 40, 30, 20, 10. ദൈവത്തിനറിയാം ഈ മനുഷ്യൻ കിടന്ന് പിടയ്ക്കുന്ന എന്തിനാണെന്നറിയാമോ? തന്റെ സഹോദരൻ അതിനകത്തുണ്ട്. ദൈവമക്കളെ, ഒരിക്കൽ വിട്ടുപിരിഞ്ഞവൻ, സ്വന്തം ഇഷ്ടത്തിന് പോയവൻ, അവന്റെ ദേശം നശിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇടിവ് നിന്ന് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യുന്ന ഒരു അബ്രഹാമിനെ കണ്ടോ? ഈ അബ്രഹാമിനെയാ പൗലോസ് പറഞ്ഞത് ഒരു പട്ടണത്തിനായി കാത്തിരിക്കുന്നത്. നമ്മളോട് ആരെങ്കിലും പിണങ്ങിപ്പോയാൽ, അവര് രോഗിയാണെന്ന് അറിഞ്ഞാൽ, പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞാൽ പ്രാർത്ഥിച്ചോളാം. അല്ലെ വാട്സപ്പിലാണെ കയ്യും കൂപ്പി കാണിക്കും. പ്രാർത്ഥിക്കാന്നാന്നോ ശല്യപ്പെടുത്തരുതെന്നാന്നോ ഒന്നും അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ദൈവമക്കളെ, ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഇടിവ് നിന്നു. അടുത്തൊരു വാക്ക് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിനെ ഓർത്തുലോത്തിനെ വിടുവിച്ചു. ദൈവമായിട്ട് ബാർഗെയിൻ ചെയ്യുക. 45, 40, 30, 20, 10 ഓരോന്നിനും ദൈവം നോ നശിപ്പിക്കത്തില്ലെന്ന് മറുപടി പറയുന്നു. എത്ര ദിവസമാ, എത്ര മണിക്കൂറാ നിന്നേന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, സ്വർഗം ചലിപ്പിച്ച് ഒരു ദൂതനെ ഇറക്കി തന്റെ സഹോദരന്റെ കരം പിടിച്ച് അടുത്തൊരു പർവ്വതത്തിലേക്ക് ഇറക്കുന്നത് വരെ അവൻ ദൈവസന്നിധിയിൽ നിന്നു. ശകമനഘടക ദുരകൽ കമന ഋഗമനഘടക ദുരികൽ കമനവ ശന്തന. ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ നിത്യതയ്ക്കായി ഒരുങ്ങുന്ന ദൈവ പൈതലാണോ? നീ നിത്യതയിലേക്കുള്ള യാത്രയിലാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് എതിർത്തവരോട്, നിന്നെ ദുഷിച്ചവരോട്, നിന്നെ പഴിച്ചവരോട്, നിന്നെ അപമാനിച്ചവരോട്, നിനക്കെതിരെ കുറ്റപ്പെടുത്തിയവർക്ക് വേണ്ടി ഇടിവ് നിന്ന് കരയാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നീ കാത്തിരിക്കുന്ന നിത്യത നിനക്കായി തുറക്കപ്പെടും. ജീസസ്. റോമാലേഖനം 12 അകത്തൂടെ നമുക്ക് അബ്രഹാമിനെ കാണാം. ഈ അബ്രഹാമിന്റെ കൂടെ ഒരാളുകൂടി ഇരിപ്പുണ്ട്, ഇസഹാക്ക്. ഞാന് സമയത്തിന്റെ പരിമിതി മൂലം അതൊന്ന് ഓടിച്ചു വായിക്കും. 26-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലെത്തുമ്പോൾ ഈ അബ്രഹാമിനോട് നിരന്തരം സംസാരിക്കുന്ന ഒരു ദൈവം. 25, 26, 25 അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ആരാന്നറിയാമോ? ആരാ? ഇസഹാക്ക്. 12-ാം അധ്യായം 8-ാം വാക്യത്തില് കൂടാരമടിച്ച അബ്രഹാം, യാഗപീഠം പണിത് അബ്രഹാം, ആരാധിച്ച അബ്രഹാം. കണ്ടോ? തലമുറയിൽ കൈമാറിക്കൊടുത്തത് എന്താണെന്നറിയാമോ? മോനെ, എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, മോൻ പഠിച്ചോണം. എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാൻ പറ്റിയില്ല, മോൻ പൊക്കോണം. ഞാൻ ഫോൺ പോലും ഇല്ലായിരുന്നു, മോനും ആപ്പിൾ ഉണ്ട്. ഇതൊന്നും തെറ്റല്ല, എല്ലാം മേടിച്ചു കൊടുത്തു. പക്ഷേ അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുത്തത് പ്രൈസൻ പാസ്റ്റേ യാഗപീഠവും ആരാധനയും. എത്ര പേര് എന്നെ കേൾക്കുന്നത് എനിക്ക് അറിയത്തില്ല. അടുത്ത തലമുറയ്ക്ക് ഒരു പിതാവ് കാണിച്ചു കൊടുത്തത്, അവന് കൊടുത്തത് യാഗപീഠവും ആരാധനയും.
ഈ ദൈവം അബ്രഹാമിനോട് എങ്ങനെ സംസാരിച്ചോ അതുപോലെ ഇസഹാക്കിനോട് സംസാരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് 24, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. ആർക്കാ? അബ്രഹാമിന് പ്രത്യക്ഷനായ അതേ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായി. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോ കൂടെയുണ്ട്. അബ്രഹാമേ, നീ ഒരു യാഗപീഠം പണിത് ആരാധിച്ചാൽ നിന്റെ തലമുറയുടെ കൂടെ ദൈവം കാണും. എത്ര മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നെന്ന് എനിക്ക് അറിയില്ല. വീഡിയോ തുറക്കാത്തോണ്ട് എനിക്ക് അവരുടെ ഫേസ് അറിയത്തില്ലല്ലോ. ഇവിടെയാണോ? ശ്രദ്ധിക്കാണോ? ആമേൻ. നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായ, നീ ഒരു യാഗപീഠം പണിതാൽ നിന്റെ തലമുറയോട്, നിന്നോട് സംസാരിച്ച അതേ ദൈവം ആ തലമുറയോട് പറയും, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ ആരാന്നാ പറഞ്ഞെന്നറിയാമോ? ഞാൻ എൽഷദായി ആണെന്നല്ല പറഞ്ഞേ. ആമേൻ. ഞാൻ എലോഹി ആണെന്നല്ല പറഞ്ഞേ. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞ നിന്റെ പിതാവ് എന്നെ ആരാധിച്ച വ്യക്തിയാ ജീസസ്. അവിടെ പറയേണ്ടത് ഞാൻ സർവശക്തൻ, ഞാൻ എൽഷദായി എന്ന പറഞ്ഞത് അങ്ങനല്ല, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമെന്ന്. ഇന്ന് രാത്രി ദൈവമക്കളെ, എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഈ ഇസഹാക്ക് എന്തുകൊണ്ട് അതേ ദർശനത്തിൽ വന്നു? ആമേൻ. അബ്രഹാം പണിതതുപോലെ 25 അവൻ അവിടെ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. പിതാവേ, മാതാവേ, നീ എന്ത് ദൈവനാമത്തിൽ ചെയ്യുന്നോ തലമുറ അത് തന്നെ ചെയ്യും. വീട്ടിൽ ആരാധന ഉണ്ടെങ്കിൽ ആരാധന, മുട്ടുമടക്കിയാൽ മുട്ടുമടക്കും, നീ ഉപവസിച്ചാൽ അത് ഉപവസിക്കും. ആമേൻ. ഞാൻ എടുത്തു പറയുന്നില്ല. എബ്രായ ലേഖനം 7:2 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അബ്രഹാം 10 ദശാംശം കൊടുത്തെന്ന്. വായിച്ചിട്ടുണ്ടോ? അബ്രഹാം ദശാംശം കൊടുത്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇസഹാക്കും അത് തന്നെ ചെയ്തു. ആമേൻ. അങ്ങനെ ഇസഹാക്കും ആമേൻ. അങ്ങനെ 28-ാം അധ്യായത്തിന്റെ ആമേൻ 22-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും, നീ എനിക്ക് തരുന്ന സകലത്തിന് ഞാൻ നിനക്ക് ദശാംശം തരും. ആര് പറയുക? റൈസൻ പാസ്റ്റർ, ഇത് ഞാനങ്ങ് പറയുക. ഇസഹാക്ക് പറയാ, ഞാൻ സകലത്തിന് നിനക്ക് ദശാംശം തരുമെന്ന്. എബ്രായ ലേഖനം 7:2 പൗലോസ് എഴുതി വെച്ചിരിക്കുക, അബ്രഹാം എല്ലാറ്റിനും ദശാംശം കൊടുത്തത്. അപ്പൻ കൊടുത്തപ്പോ മോനും കൊടുത്തു. സ്വോത്രം പറയാമോ? അപ്പൻ കൊടുത്തത് കൊണ്ട് മകനും കൊടുത്തു. അപ്പൻ യാഗപീഠം പണിതത് കൊണ്ട് മകനും യാഗപീഠം പണിതു. അപ്പൻ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് മകനും ദൈവത്തെ ആരാധിച്ചു. അപ്പൻ ദൈവശബ്ദം കേട്ടതുപോലെ മകനും ദൈവശബ്ദം കേട്ടു. അതുകൊണ്ട് പൗലോസ് എഴുതി, അബ്രഹാം മാത്രമല്ല കൂടാരത്തിൽ കാത്തിരിക്കുന്നത്, ഈ ഇസഹാക്കും കാത്തിരിപ്പുണ്ട്. ജീസസ്, ജീസസ്. ദൈവമക്കളെ, അടുത്ത അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരു വാക്യം കൂടെ കാണിച്ചിട്ട് നിർത്താം. 33-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കാണുമ്പോൾ അവിടെ അടുത്തൊരു തലമുറ യാക്കോബിനെ കാണാം. ഒറ്റ വാക്യമേ വായിക്കുന്നുള്ളൂ. താൻ കൂടാരം അടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ആരാ ഈ യാഗപീഠം പണിതേക്കെന്ന് അറിയാമോ? അബ്രഹാം അല്ല, ഇസഹാക്കല്ല, യാക്കോബ്. യാക്കോബ്. അബ്രഹാം കൂടാരമടിച്ചു, ഉൽപ്പത്തി 12:8 യാഗപീഠം പണിതു, ആരാധന കഴിച്ചു. അടുത്ത തലമുറ ഇസഹാക്ക് യാഗപീഠം പണിതു, ആരാധിച്ചു. ഇവിടെ അടുത്ത തലമുറ യാക്കോബ് യാഗപീഠം പണിയുന്നു. അബ്രഹാം കൊടുത്തു ദശാംശം, ഇസഹാക്കും കൊടുത്തു, യാക്കോബ് കൊടുത്തു. എന്താണോ പിതാവ് കാണിച്ച് കൈമാറി കൊടുത്തത്, ഇന്ന് നിങ്ങൾക്ക് തലമുറയ്ക്ക് കൊടുക്കാൻ എന്താ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ? നിങ്ങൾ അറിഞ്ഞ സത്യം, നിങ്ങൾ കാത്തിരിക്കുന്ന നിത്യതയുടെ വെളിപ്പാട്, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ അഭിഷേകം. ആമേൻ. ഇത് നിങ്ങളുടെ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു ഉറപ്പ് പറയാം, വാനമേഘത്തിൽ അവൻ വരാൻ സമയമായി. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തലമുറ ഈ നിത്യതയ്ക്കായി ഒരുക്കപ്പെടും. ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങൾ ഈ അബ്രഹാമിന്റെ കൂടെ മോറിയ മലയിലേക്ക് യാഗത്തിന് പോകുന്ന ഒരു ഇസഹാക്കിനെ കണ്ടിട്ടുണ്ടോ? ആമേൻ. കത്തിയെടുത്തു, വിറകെടുത്തു. ചെറുക്കൻ ചോദിക്കുക, യാഗവസ്തു എന്തിയെ? അവൻ എങ്ങനെ മനസ്സിലായി? ഫോൺ എന്തിയെന്നല്ല ചോദിച്ചേ,
ചാപ് എന്തിയെന്നല്ല ചോദിച്ചേ, യാഗവസ്തു എന്തിയെന്നാ. എന്താ പ്രൈസൻ പാസ്റ്ററെ കാര്യം എന്നറിയാമോ? ആമേൻ. ഈ യാഗം നടത്തുന്നിടത്ത് ചെറുക്കനുണ്ട്. ഇന്ന് പലയിടത്തും ആരാധന ഈ പിള്ളേരില്ല. അവര് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവര് പഠിച്ചുകൊണ്ടിരിക്കുക, അവര് ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുക, അവര് സ്പെഷ്യൽ ക്ലാസ്സിനാ. ഇവിടെ ഈ ചെറുക്കൻ ചോദിക്കുന്നു, യാഗവസ്തു എന്തിയേ? കാര്യം എന്താ? ആമേൻ. യാഗപീഠം ഒരുക്കി അടുക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇസഹാക്കുണ്ട്. മോറിയ ദേശത്ത് എന്നിട്ട് മല കയറിയപ്പം കഴുതയും ദാസന്മാരെ താഴെ നിർത്തി വിറകെടുത്ത് തോളിക്കൊടുത്തപ്പം അത് ചുമക്കാൻ തന്റെ ഇടം കാണിച്ച എന്താ അറിയാമോ? ഇന്നലകളിൽ അവൻ വിറക് അടുക്കിയിട്ടുണ്ട്, ഇന്നലകളിൽ അവൻ വിറക് ചുമന്നിട്ടുണ്ട്. കാരണം അബ്രഹാം പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഇവിടെ നില്ല്, ഞാനും മോനും കൂടെ പോയി ആരാധിച്ചു വരട്ടെ, ഞാനും മോനും കൂടെ പോയി ആരാധിച്ചു വരട്ടെ. ഇന്നലകളിൽ യാഗപീഠവും ആരാധനയും അബ്രഹാം ഇസഹാക്കും കൂടായിരുന്നു. അതുകൊണ്ടാണ് ആ യാഗപീഠത്തിൽ ഈ വയസ്സനായ അബ്രഹാം ഈ ചെറുപ്പക്കാരനായ ഇസഹാക്കിനെ പിടിച്ചു കിടത്തിയിട്ട് കുതറി മാറാഞ്ഞതിന്റെ കാരണം അവനൊരു കാര്യം അറിയാം. കയറിപ്പോയപ്പോ എന്റെ അപ്പൻ ഒരു വാക്ക് പറഞ്ഞു, ഞാനും മകനും ആരാധിച്ചു മടങ്ങി വരുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ആമീൻ, മടങ്ങി വരുമെന്ന് എന്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പനും ദൈവമായിട്ട് ഒരു ബന്ധമുണ്ട്. ഉറപ്പാ ഒരു കരുതൽ അവിടെ വെളിപ്പെടും. ഇസഹാക്കിനാണ് ആ കരുതലിനെ കുറിച്ച് ബോധ്യം വന്നത്. അതുകൊണ്ടല്ലേ ശാന്തമായി കിടന്നു കൊടുക്കുന്നത്. എന്താ കിടന്നു കൊടുക്കാൻ കാര്യം? അപ്പൻ പറഞ്ഞൊരു വാക്ക് അവൻ കേട്ട്, ഞാനും മോനും പോയി ആരാധിച്ച് മടങ്ങി വരുമെന്ന്. ആമേ. ചെറുക്കൻ അറിയാ എന്റെ അപ്പനും ദൈവമായിട്ടുള്ള ബന്ധം. എന്റെ അപ്പനോട് ദൈവം പറഞ്ഞത് കേട്ട അതേ അനുസരിച്ച് എന്റെ അപ്പന് വേണ്ടി ദൈവം കരുതുമെന്ന് ഉറപ്പുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പറയും ദൈവം എന്നെ നടത്തി, ദൈവം എന്നെ പരിപാലിച്ചു, ദൈവം എന്നെ ഉയർത്തി, ഒരു യോഗ്യതയും അർഹതയും ഇല്ലാത്തടത്തൊക്കെ ദൈവം എന്നെ മാനിച്ചു എന്നൊക്കെ പറയും. തലമുറയോട് ഇത് പറയാറുണ്ടോ? ഈ തലമുറയ്ക്ക് ദൈവത്തെ അറിയാമോ? വേദപുസ്തകം പറയുന്നു, ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതും നടത്തിയതും ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ തലമുറയോട് പറയും. പല പേരൻസിനും അവരുടെ പഴയ കാര്യങ്ങൾ പിള്ളേർ അറിയുന്നതിനോട് താല്പര്യമില്ല. നമ്മുടെയൊക്കെ കൊച്ചുങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്നും വീടിന്റെ വാതൊക്കെ ബസ് വന്ന് ടൈം പിടിച്ചാൽ കയറിയതാണെന്നും സ്കെച്ചസിന്റെ ഷൂ ഇട്ടോണ്ടാ പോയെന്നൊക്കെയാ പിള്ളേരുടെ വിചാരം. അല്ല മക്കളെ, ഒന്നുമില്ലായ്മയെന്ന് ദൈവം ഇവിടം വരെ കൊണ്ടുവന്നതാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ അറിഞ്ഞ ദൈവത്തെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങൾ അവരെ കൊടുക്കണം. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാൻ എന്തൊക്കെയോ കമ്പി വാക്കുകളെ പോലെ പറഞ്ഞതാ. ഞാനൊരു 4 ആഴ്ച കൊണ്ട് നിരന്തരം സഭായോഗത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അബ്രഹാമിനെയാ പറയുന്നേ. ആമേൻ. നിത്യതയ്ക്കായി, ഒരു പട്ടണത്തിനായി അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവം ശില്പിയായി നിർമ്മിച്ച് അടിസ്ഥാനമിടുന്ന ഒരു പട്ടണത്തിനായി കാത്തിരിക്കുന്നു. ദൈവശബ്ദം കേട്ട അബ്രഹാം യാഗപീഠം പണിതു, ആരാധന കഴിച്ചു. ആ കൂടെയുള്ള അബ്രഹാം ഇസഹാക്കും അതുപോലെ യാഗപീഠം പണിതു, ആരാധന കഴിച്ചു. അടുത്ത തലമുറ യാക്കോബ് ആരാധന കഴിച്ചു, യാഗപീഠം പണിതു. നിങ്ങൾക്കറിയാം അടുത്തൊരു തലമുറ ജോസഫിനെ. കഥയെല്ലാം പോട്ടെ, സ്വന്തം വീട്ടിലെ ഒരപ്പന്റെ മക്കൾ വിറ്റ് കളഞ്ഞു, പൊട്ടക്കിണറ്റിലിട്ടു, പോത്തിഫറിന് വിറ്റു, പണം മേടിച്ചു. ഒരു സഹോദരിയുടെ ആമേൻ വാക്ക് കേട്ട് ജയിലിൽ പോയി, തിരിച്ചു വന്നു. ഇപ്പൊ സഹോദരന്മാരെല്ലാം കൂടെ ഭക്ഷണ സാധനം മേടിക്കാൻ ചാക്കും പിടിച്ചോണ്ട് നിൽക്കുമ്പം ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾ അവിടെ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത്. അവൻ പറഞ്ഞു, ഒന്നും ചെയ്തില്ല, നിങ്ങൾക്ക് മുന്നമേ എന്നെ ദൈവം അയച്ചേക്ക നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട്. എങ്ങനെ പ്രിയരെ ഇതൊക്കെ പറയാൻ പറ്റുന്നേ? ഇപ്പൊ ഞാൻ ഇവിടുത്തെ മന്ത്രിയാ, നീ എല്ലാം കൂടി അന്ന് എന്നെ പൊട്ടക്കിണറ്റിലിട്ടില്ലയോ? നിന്നെയൊക്കെ ഞാൻ ഒരു 30 ദിവസമെങ്കിലും ജയിലിലിടും, ഉറപ്പാ. പട്ടിണിക്കിടും, തരത്തില്ല. പട്ടിണി കിടന്ന് നീയൊക്കെ അനുഭവിക്കണം. ഞാൻ നിനക്കൊക്കെ ഭക്ഷണവുമായിട്ട് വന്നപ്പോ അത് മേടിച്ച് തിന്നിട്ട് എന്നെ പിടിച്ച് കിണറ്റിലിട്ടല്ലേ. ഇപ്പൊ ഞാൻ ആരാന്നറിയാമോ? മന്ത്രിയാടാ, മന്ത്രി. നീയൊക്കെ 30 ദിവസം അവിടെ കിടക്ക്, അവിടെ കിടന്ന് പട്ടിണി കിടക്കണം, വെള്ളം പോലും തരത്തില്ല. കേട്ടില്ല നിങ്ങള്? ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കെന്തോന്നറിയാം? നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ആദ്യം അയച്ചതാണ്. ഇത് എവിടുന്ന് കിട്ടിയതാണെന്നറിയാമോ? ഒരു വല്യപ്പച്ചൻ പണിതൊരു യാഗപീഠം, ഒരു ആരാധനയുണ്ട്. അബ്രഹാം, തലമുറ ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, എഫ്രീം, മനശ്ശ. ദൈവമക്കളെ, ഇതിനകത്ത് ആരെങ്കിലും മാതാപിതാക്കൾ കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം പറയാം. ഈ കിട്ടിയ ദർശനമുണ്ടല്ലോ, നിത്യത തലമുറയ്ക്ക് കൊടുക്കണം, കൊടുത്തിട്ടേ പോകാവൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നോ ദൈവനാമത്തിന് വേണ്ടി അവരത് ചെയ്യും. വീടുണ്ട് വലുതായി,
പക്ഷെ അതിനകത്തൊരു യാഗപീഠവും ഒരാരാധനയും. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ നിത്യതയിലെത്താൻ പറ്റൂ. ദൈവമായിട്ട് ബന്ധമുള്ളവനെ നിത്യതയിലെത്താൻ പറ്റൂ. വാഗ്ദത്തമുണ്ട്, പക്ഷേ യാഗപീഠം രണ്ട് വാക്കിരിക്കട്ടെ: കൂടാരം, യാഗപീഠം, ആരാധന. കർത്താവ് ഈ വചനങ്ങളാൽ